ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഈസ്റ്റർ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മഹത്വം നിന്നോടൊരു കാര്യം പറയുന്നു. യോഹന്നാൻ 11:38-39 വാക്യങ്ങൾ. ഈശോ വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് കല്ലറയെങ്കിലേക്ക് വന്നു. അതൊരു ഗുഹയാണെന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ മുഖത്തൊരു കല്ലും വെച്ചിരുന്നു. കർത്താവ് നെടുവീർപ്പോടുകൂടി ഇന്ന് അറിയുകയാണ്, നിന്റെ ജീവിതം ഒരു ശൂന്യതയാണ്, ഒരു വോയിഡാണ്, ഒരു ഗുഹയാണ്. നിന്റെ ബാല്യം വഴി, മുറിവുകൾ വഴി, നിന്റെ തന്നെ അറിവില്ലായ്മ വഴി നിന്റെ ജീവിതത്തിൽ ചില ശൂന്യതകളുണ്ട്. നിന്റെ ജീവിതം ഒരു വോയിഡാണ്, ഒരു ഗുഹയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആളുകൾ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നിന്റെ ജീവിതത്തിന്റെ മുഖം അടച്ചിട്ടുണ്ട്. ഒരു കല്ല് നിന്റെ കുറ്റം കൊണ്ടല്ലാതെ ഒരു കല്ല് ആരൊക്കെയോ നിന്റെ ജീവിതത്തിന്റെ മുഖത്ത് വെച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, കല്ലെടുത്ത് മാറ്റുക. സഹോദര, നിന്നെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കർത്താവ് നെടുവീർപ്പോടെ സമൂഹത്തോട്, നിന്റെ ചുറ്റുപാടുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: കല്ലെടുത്ത് മാറ്റണം. കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഖാന്തരം, ഞാൻ മുഖാന്തരം, നീ മുഖാന്തരം മറ്റുള്ളവരോടാണ് ജീവിതത്തിലേക്ക് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഒരു കല്ല്. കർത്താവിന് അവനെ സുഖപ്പെടുത്തണമെങ്കിൽ നമ്മളെല്ലാം കൂടെ ചേർന്ന് ആ കല്ല് എടുത്തു മാറ്റണം. നമ്മളായിക്കൊണ്ട് കൊടുത്ത ആ കല്ല്, നമ്മളായിക്കൊണ്ട് ഉരുട്ടി വെച്ച ആ കല്ല് എടുത്തു മാറ്റുമ്പോൾ കർത്താവിന് പലരെയും സുഖപ്പെടുത്താനാവും. അങ്ങനെ കർത്താവ് പലരെയും സുഖപ്പെടുത്താൻ നമുക്ക് കല്ലെടുത്ത് മാറ്റാൻ സഹായിക്കാം. മനമടച്ചൊരു കല്ല്, മാറാത്തൊരു കല്ല്, ഈ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ.